സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർക്ക് നേരെ അതിക്രമം. PTA പ്രസിഡന്റ്, വാച്ച്മാൻ, ഓഫീസ് സ്റ്റാഫ് എന്നിവർക്ക് മർദ്ദനമേറ്റു. സംഭവത്തിൽ 2 പേരെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസുകാർ വന്ന് തല്ലി കൊല്ലാൻ കഴിയും. തീർത്തില്ല അവര് മുൻചേണ്ട് പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ട് കുട്ടികൾക്ക് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ 3-4 കുട്ടികളെ ഞങ്ങൾ നിരീക്ഷണത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വൈകുന്നേരം വന്ന് കുറേ മദ്യവും ഡ്രഗ്സൊക്കെ അടിച്ച് ഫുൾ ഡൗൺ ആണ് അവർ. സെക്യൂരിറ്റി പറഞ്ഞ് കയറാൻ പറ്റില്ല, ഹോളിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാൻ നോക്കി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നപ്പോൾ ഇങ്ങനെ അടിച്ച് വിട്ടു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയെത്തുന്നു പിടിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചായിരുന്നു. ആ സംഭവം ഉണ്ടായി. കോമ്പൗണ്ട് ഉള്ളിൽ കയറി ഞങ്ങൾ ഹോളിലേക്ക് അതിക്രമിച്ച് കയറാൻ പറ്റേ ആ കുട്ടികളുടെ ഡാൻസിന്റെ കൂടെ ഇവർക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇംതിയാസ് കരയും വിവരങ്ങൾ നൽകാനായുണ്ട്. ഇംതിയാസ്, എന്താണ് സംഭവം? എന്തിന്റെ പേരിലാണ് ഈ അതിക്രമം നടന്നത്? എപ്പോഴാണ്? അക്ഷയ, ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ആ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയായിരുന്നു ഇന്ന് നടന്നത്. അപ്പോഴാണ് ഇന്ന് വൈകിട്ട് ഒരു 5:30 സമയത്ത് സ്കൂളിന്റെ പുറത്തു നിന്നുള്ള 2 പേർ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക്, ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചതായി ഈ മർദ്ദനമേറ്റവർ തന്നെ ഇതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആ സമയത്ത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഈ ഉള്ളിലേക്ക് കയറിയ ആളുകൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവരാണെന്നുള്ള രീതിയിൽ സംശയമുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവരോട് പുറത്തിറങ്ങാൻ ഇവിടെയുള്ള ജീവനക്കാരും അധ്യാപകരും ഒക്കെ പറയുന്നു. ആ സമയത്ത് ഇവർ പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെയാണ് ആ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുന്നത്. അങ്ങനെ കയ്യാങ്കളിയാവുന്നു. ഈ PTA പ്രസിഡന്റിനും അതുപോലെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രനും ഓഫീസ് സ്റ്റാഫായിട്ടുള്ള സഞ്ജുവിനുമൊക്കെ മർദ്ദനമേൽക്കുന്നു. ആ മർദ്ദനത്തെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കസബ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീട് ഈ കസബ പോലീസ് അവിടെയുള്ള സമയത്ത് പോലും ഈ അധ്യാപകർക്ക് നേരെയൊക്കെ, അതായത് കയ്യിൽ കിട്ടിയാൽ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് തെറിപ്രയോഗമടക്കം നടത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് കസബ പോലീസ് തന്നെയാണ് ഈ അകത്തേക്ക് കയറിയ 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഈ മർദ്ദനമേറ്റവർ കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുശേഷം ഇവർ കസബ പോലീസിൽ HM ഉൾപ്പെടെ ചെന്ന് പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അതിനുശേഷമായിരിക്കും കേസെടുക്കലടക്കമുള്ള നടപടികളിലേക്ക് കസബ പോലീസ് കടക്കുക. അക്ഷയ. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. സാമൂഹ്യ വിരുദ്ധരാണ് സ്കൂളിൽ കയറി ഇത്തരത്തിൽ അതിക്രമം നടത്തിയത്. ദൈവത്തിന്റെ അടിച്ചു. പോലീസുകാർ വന്ന് തല്ലി കൊല്ലാൻ കഴിയും. തീർത്തില്ല.